വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് എന്നുള്ളതാണ് ടോപ്പിക്. എന്താണ് ഇവ എന്ന് നോക്കാം. Affixation means adding affixes to the root word to form a new word. അപ്പോൾ പ്രിഫിക്സും സഫിക്സും മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് ഈ അഫിക്സസ് എന്ന് മനസ്സിലാക്കണം. അഫിക്സസ് എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കലുകൾ എന്നാണ്. If an affix is attached to the beginning of a word, it is called a prefix. ഈ കൂട്ടിച്ചേർക്കലുകൾ ഒരു വേർഡിന്റെ മുന്നിലാണെങ്കിൽ ബിഗിനിങ്ങിലാണെങ്കിൽ അതിനെ പ്രിഫിക്സ് എന്നും, ഇഫ് an affix is attached to the end of a word, it is called suffix. ഒരു റൂട്ട് വേർഡ് എഴുതിയതിനു ശേഷമാണ് കൂട്ടിച്ചേർക്കലുകൾ നടക്കുന്നതെങ്കിൽ അത് സഫിക്സുമാണ്. അപ്പൊ പ്രിഫിക്സ് എന്ന് വെച്ചാൽ തുടക്കത്തിലും ബിഗിനിങ്ങിലും, ആ വേർഡിന്റെ ബിഗിനിങ്ങിലും, സഫിക്സ് എന്ന് വെച്ചാൽ എൻഡിലും കൂട്ടിച്ചേർക്കലുകൾ നടക്കുന്നു. അപ്പൊ അഫിക്സസ് ആർ ഓഫ് ടു ടൈപ്സ്, പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. പ്രിഫിക്സ് തുടക്കത്തിലാണെങ്കിൽ സഫിക്സ് എൻഡ് ഓഫ് ദ വേർഡിലാണ് കൂട്ടിച്ചേർക്കലുകൾ നടക്കുന്നത്. എ പ്രിഫിക്സ് ഇസ് എ സിലബിൾ അറ്റാച്ച്ഡ് ടു ദ ബിഗിനിങ് ഓഫ് എ വേർഡ് ടു ഫോം എ ന്യൂ വേർഡ്. അപ്പൊ ഇങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ നടക്കുമ്പോൾ ആ റൂട്ട് വേർഡിന്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു, ഒരു പുതിയ മീനിങ്ങിലേക്ക് അത് പോകുന്നു. പ്രിഫിക്സ് എന്ന് വെച്ചാൽ ബിഗിനിങ് ഓഫ് എ വേർഡ് ആണ് കൂട്ടിച്ചേർക്കലുകൾ നടക്കുന്നത്. 1 or 2 letters or a syllable. സിലബിൾ എന്ന് പറഞ്ഞാൽ 1 or 2 letters, ഒരു ഘടകം, ഒരു അഡീഷണൽ ആയിട്ടൊരു ഘടകം ചേർക്കുകയാണ് നമ്മൾ ആ റൂട്ട് വേർഡിൽ. അപ്പൊ നോക്കുക, നോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നതിൽ നോൺ എന്ന് പറഞ്ഞത് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. സ്റ്റോപ്പ് എന്നുള്ളതാണ് റൂട്ട് വേർഡ്. ആ സ്റ്റോപ്പിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിഫിക്സ് ചേർക്കാം. ഏതാണത്? നോൺ സ്റ്റോപ്പ്. അപ്പൊ അതിന്റെ മീനിങ് വ്യത്യാസം വന്നു. ഈ പ്രിഫിക്സുകളൊക്കെ അധികവും ഈ ഓപ്പോസിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. അല്ലാതെയും വരുമെങ്കിലും ഓപ്പോസിറ്റ്സ്, ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ പ്രിഫിക്സ് ആയിരിക്കും മെജോറിറ്റി ഒക്കെ ഉണ്ടാവുക. റീപേ, അതിന് പേ എന്നുള്ളത് റൂട്ട് വേർഡാണ്, റീ എന്നുള്ളത് അഡീഷണൽ ആയിട്ട് ചേർത്തിരിക്കുന്നു. അപ്പൊ അതിന്റെ മീനിങ് മാറി, റീപേ. അണ്ടർഗ്രൗണ്ട്, ഗ്രൗണ്ട് എന്നുള്ളത് റൂട്ട് വേർഡ്, അണ്ടർ എന്നുള്ളത് പ്രിഫിക്സ്. ഇതെല്ലാം തുടക്കത്തിലാണ്, ബിഗിനിങ്ങിലാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അറിയപ്പെടുന്നത് പ്രിഫിക്സസ് എന്നാണ്. അതിന്റെ റൂട്ട് വേർഡിന്റെ മീനിങ്ങിൽ വ്യത്യാസം ഉണ്ടാകുന്നു. A suffix is a syllable attached to the end of the word to form a new word. സഫിക്സ് എങ്ങനെയാണ്? വേർഡ് റൂട്ട് വേർഡിന്റെ എൻഡിലാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ബ്യൂട്ടി എന്നുള്ളതിന്റെ കൂടെ നമുക്കൊരു സഫിക്സ് ചേർത്താൽ ബ്യൂട്ടിഫുൾ. നീഡ് എന്നുള്ളതിന്റെ കൂടെ ചേർത്താൽ നീഡ്ഫുൾ. ചൈൽഡ്, ചൈൽഡ്ഹുഡ്. അങ്ങനെ സഫിക്സസ് നമുക്ക് ചേർത്തുകൊണ്ട് പുതിയൊരു വേർഡ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പ്രിഫിക്സ്, പ്രിഫിക്സ് എന്ന് വെച്ചാൽ എന്താണ്? റൂട്ട് വേർഡിന്റെ ബിഗിനിങ്ങിലാണ് നമ്മൾ ആഡിങ് ചെയ്യുന്നത്. ഒരു സിലബിൾ അല്ലെങ്കിൽ 1 or 2 ലെറ്റേഴ്സ് അടങ്ങുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് ചെയ്യുന്നത് ബിഗിനിങ്ങിലാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പൊ ഈ പ്രിഫിക്സുകൾ നിറയെ ഉണ്ട്. അതിന് കുറച്ച് ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ഡിസ്കണക്ട് എന്ന് പറയും, ഡിസ്ലൈക്ക് എന്ന് പറയും. ഈ ഡിസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് മീനിങ്ങിലേക്ക് മാറുന്നു. അതുപോലെ തന്നെയാണ്, കാരണം അതിന്റെ മീനിങ് ഡിസിന്റെ ഒക്കെ നോട്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇം എന്ന് ചേർത്താലും നോട്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഇംപ്രോപ്പർ, ഇംപൊളൈറ്റ്. ഇപ്പൊ പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഇംപൊളൈറ്റ്. പ്രോപ്പർ, ഇംപ്രോപ്പർ. കുറെ പ്രിഫിക്സസ് ഓപ്പോസിറ്റുകളെ ഉണ്ടാക്കാൻ ഉപയോഗിക്കപ്പെടുന്നു. ഇന്റർ, അത് ഓപ്പോസിറ്റ് അല്ല, ബിറ്റ്വീൻ എന്നുള്ള തരത്തിലുള്ള മീനിങ് ആണത്. ഇന്റർ കണക്ഷൻ, ഇന്റർ സിറ്റി. അതുപോലെ തന്നെ മൾട്ടി എന്ന് പറയുമ്പോൾ അത് മെനി എന്നുള്ള അർത്ഥത്തിലേക്ക് പോകുന്നു. മൾട്ടിനാഷണൽ, മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ് എന്നൊക്കെ പറയും കോമൺ ആയിട്ട്. അപ്പൊ ഈ മൾട്ടി എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ്, ഇൻവാല്യുബിൾ, ഇൻകറക്റ്റ്. കറക്റ്റ് എന്നുള്ളതാണ് റൂട്ട് വേർഡ്, അവിടെ പ്രിഫിക്സ് ചേർത്തിരിക്കുന്നു ഇൻകറക്റ്റ്, ഇൻവാല്യുബിൾ. അതുപോലെ തന്നെ ഗ്രേഡ് എന്നുള്ള റൂട്ട് വേർഡിന്റെ കൂടെ ചേർത്തിരിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് ഡിഗ്രേഡ്. അവിടെ ഓപ്പോസിറ്റ് ആയി മാറുന്നു മീനിങ്. ഡിഫീറ്റ്, ഡിപ്പാർട്ട്. അതുപോലെ തന്നെ ഔട്ട്സൈഡ്, ഔട്ട്കം, ഔട്ട്പുട്ട്. ഇൻസൈഡ് ഉണ്ട്, ഇൻകം ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്. ഇതൊക്കെ പ്രിഫിക്സുകളാണ്, തുടക്കത്തിൽ ചേർക്കപ്പെടുന്നവയെല്ലാം.
ഇനി അടുത്തത് നോക്കുക. ഈ പവർ, നാഷണൽ, ചെയർമാൻ, എഗ്രി എന്നുള്ളതിന്റെ കൂടെ ഏത് പ്രിഫിക്സ് ആയിരിക്കും? നിങ്ങൾക്ക് അറിയുന്നവ ചേർക്കുക. എംപവർ, മൾട്ടിനാഷണൽ, വൈസ് ചെയർമാൻ, ഡിസഗ്രി. എഗ്രീന്റെ ഓപ്പോസിറ്റായി മാറണം ഡിസ് എന്നുള്ള പ്രിഫിക്സ് ചേർക്കുമ്പോഴേക്കും. സഫിക്സ്. സഫിക്സ് എന്ന് വെച്ചാൽ റൂട്ട് വേർഡ് കഴിഞ്ഞിട്ട് അതിന്റെ എൻഡിങ്ങിലാണ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ ചേർക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടുള്ളവ ഈ ഏബിൾ എന്ന് വെച്ചിട്ടുള്ളത് നിറയുണ്ട്. കൗണ്ടബിൾ, വാഷബിൾ, അതുപോലെ MENT എന്ന് അവസാനിക്കുന്ന സഫിക്സുകൾ നിറയുണ്ട്. മാനേജ്മെന്റ്, അനൗൺസ്മെന്റ്, അങ്ങനെ കുറേ ഉണ്ട്. അറേഞ്ച്മെന്റ്, ഇംപ്രൂവ്മെന്റ്, അതൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സഫിക്സുകളാണ്. FUL എന്നുള്ളതും കളർഫുൾ. എൽവയിലും നിറയെ സഫിക്സ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ക്വിക്ലി, ഫാസ്റ്റ്ലി, ട്രൂലി, അങ്ങനെ. NESS എന്ന് വെച്ചിട്ടുള്ളതും കൈൻഡ്നെസ്, പൊളൈറ്റ്നെസ്, റൂഡ്നെസ്, വീക്ക്നെസ്, അതുപോലെ ഷിപ്പ്, റിലേഷൻഷിപ്പ്, സ്കോളർഷിപ്പ്. INGയിൽ അവസാനിക്കുന്ന നമ്മൾ ജെറുണ്ട് എന്ന് പറഞ്ഞു. വെർബിന് ജെറുണ്ട് ING ചേർത്തുകൊണ്ട് ജെറുണ്ട് എന്നുള്ളതും ഈ സഫിക്സ് ING ആണ്. ഇതൊക്കെ ശരിക്ക് ഈ സഫിക്സുകൾ ചേർക്കുന്നത് ഒന്നുകിൽ നൗണാക്കി മാറ്റാൻ ആ വേർഡിനെ, അല്ലെങ്കിൽ അഡ്വർബ്, അഡ്ജക്റ്റീവ്, അങ്ങനെയൊക്കെ. എന്നാൽ പ്രിഫിക്സ് അത് കുറേ ഓപ്പോസിറ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. ER എന്നുള്ളതാണെങ്കിൽ ടീച്ച്, ടീച്ചർ, വർക്ക്, വർക്കർ, അങ്ങനെ സഫിക്സ്. അറേഞ്ച്മെന്റ്, അതിൽ അറേഞ്ച് എന്നുള്ളത് റൂട്ട് വേർഡ്, മെന്റ് എന്നുള്ളത് ചേർത്തിരിക്കുന്നു സഫിക്സ്. മാനേജ്, മാനേജ്മെന്റ്, ഇംപ്രൂവ്, ഇംപ്രൂവ്മെന്റ്. കൗണ്ട്, അതാണ് റൂട്ട് വേർഡ്. കൗണ്ടബിൾ, ഈറ്റബിൾ, പ്രൊഫിറ്റബിൾ. ഫ്രണ്ട്ഷിപ്പ്, സ്കോളർഷിപ്പ്, റിലേഷൻഷിപ്പ്. അങ്ങനെ സഫിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ റൂട്ട് വേർഡിന്റെ മീനിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും ഈ സഫിക്സ് ചേർത്ത് കഴിഞ്ഞാൽ. അതൊരു ന്യൂ വേർഡായി. അപ്പൊ കളർ, പെയിൻ, ഡിസ്മിസ്, കൈൻഡ് തുടങ്ങിയവയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സഫിക്സ് എഴുതുക. കളർഫുൾ, പെയിൻഫുൾ, കളർലെസ് എന്ന് എഴുതാം, പെയിൻലെസ് എന്ന് എഴുതാം. ഡിസ്മിസ്, ഡിസ്മിസൽ. കൈൻഡ്, കൈൻഡ്നെസ്. വീക്ക്നെസ്, റൂഡ്നെസ്. അങ്ങനെ സഫിക്സുകളും നിറയെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇനി ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിഫിക്സ് ഓർ സഫിക്സ് ചേർക്കുക. ഹി വാസ് സ്ലീപ്പിംഗ് ഡാഷ് ഇൻ ഹിസ് ബെഡ്. ബെഡില് കംഫർട്ട് എന്നുള്ളതാണ് വേർഡ്. ഇതില് ഏതാണ്, പ്രിഫിക്സ് ആണോ സഫിക്സ് ആണോ ചേർത്തുകൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്? കംഫർട്ടബിളി. ഹി വാസ് സ്ലീപ്പിംഗ് കംഫർട്ടബിളി, സഫിക്സ് ആണ് ചേർത്തിരിക്കുന്നത്. കംഫർട്ട്, കംഫർട്ടബിളി. കംഫർട്ടായിട്ട് അവനവന്റെ ബെഡിൽ ഉറങ്ങുകയാണ്. ഇറ്റ് ഈസ് ഡാഷ് ടു കട്ട് സാൻഡൽവുഡ് ട്രീസ്. സാൻഡൽവുഡ് ട്രീസ്, ചന്ദനമരമൊക്കെ നമുക്ക് മുറിക്കുന്നത് ലീഗലാണോ, നിയമപരമാണോ? അല്ല. അപ്പൊ ഈ ലീഗൽ എന്നുള്ളതിന് പ്രിഫിക്സോ സഫിക്സോ ചേർത്തുകൊണ്ട് എന്താണ് ഇവിടെ വരാ? ഇല്ലീഗൽ, നിയമത്തിനെതിരാണെന്നാ പറഞ്ഞത് സാൻഡൽവുഡ് ട്രീസ് ഒക്കെ മുറിക്കുന്നത്. സീമ ഹാഡ് നോ ഡാഷ് വിസിറ്റിംഗ് ദ ഡോക്ടർ. അവിടെ ഇന്റന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ സഫിക്സോ അല്ലെങ്കിൽ പ്രിഫിക്സോ? ഇന്റൻഷൻ. ഇന്റൻഷൻ എന്ന് വെച്ചാൽ അവൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല, ഡോക്ടറെ അടുത്ത് പോകണം എന്നുള്ള ചിന്ത ഇല്ല എന്ന് പറയുന്നത് ഇന്റൻഷൻ. ദ ബാക്ടീരിയ ആർ സോ സ്മാൾ ദാറ്റ് യു നീഡ് എ ഡാഷ് ടു സീ ദം. ബാക്ടീരിയ വളരെ ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് അവയെ കാണാൻ എന്ത് വേണം? സ്കോപ്പ് എന്നുള്ളതാണ് വേർഡ്. അതിന്റെ കൂടെ സഫിക്സോ പ്രിഫിക്സോ എന്തെങ്കിലും ഒന്ന് ചേർത്തുകൊണ്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വരികയാണെങ്കിൽ എന്താണ്? മൈക്രോസ്കോപ്പ്, പ്രിഫിക്സ് ആണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ പ്രിഫിക്സിനെയും സഫിക്സിനെയും മനസ്സിലാക്കുക വളരെ ഈസിയാണ്. പക്ഷെ മീനിങ്ങിൽ മാറ്റമുണ്ടാവും എന്നുള്ള റൂള് ഓർമ്മിക്കുക. കംപ്ലീറ്റ് ആയിട്ട് മാറും അതിന്റെ മീനിങ്.